തൃശൂർ കോടശ്ശേരി പഞ്ചായത്തിൽ ഹരിത കർമ്മസേന തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കം. കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് മർദ്ദനമേറ്റതായി പരാതി. LDF മെമ്പർമാരും CPM മെമ്പർമാരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. കമ്മിറ്റി പിരിച്ചുവിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സമ്മതിക്കാതെ ഞങ്ങളെ മെമ്പർമാരെ പുറത്ത് വിടാതെ ഗേറ്റിൽ പൂട്ടിയിടുകയും പൂട്ടിയിട്ട് ഞങ്ങൾ കടക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ മർദ്ദിക്കുകയും എൻ്റെ മാല വലിച്ച് പൊട്ടിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ കൈയൊക്കെ പിടിച്ച് വലിക്കുകയും മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. ലെവിൻ കെ വിജയൻ ചേർന്നു വിവരങ്ങളുമായി. ലെവിൻ, ദൃശ്യങ്ങളിൽ നിന്ന് അത്യാവശ്യം വലിയ തല്ലവിടെ ഉണ്ടായി, അടിപിടി ഉണ്ടായി എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ഇന്നായിരുന്നു കോടശ്ശേരി പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ ഇടപെട്ടുകൊണ്ട് അട്ടിമറി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് CPM LDF പ്രവർത്തകർ പഞ്ചായത്തിൽ ബഹളവുമായി എത്തുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 3 മെമ്പർമാരെ ഇവർ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള റിജു മാവേലിക്കാണ് മർദ്ദനമേറ്റത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ 2 വനിതാ മെമ്പർമാർ ഷീമ ബെന്നി, ജിനി ബെന്നി തുടങ്ങിയ 2 മെമ്പർമാർക്ക് കൂടി മർദ്ദനമേറ്റു. ഇതിൽ ഒരു വനിതാ മെമ്പറുടെ മാല വലിച്ചു പൊട്ടിക്കുന്നതടക്കമുള്ള അതിക്രമ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. മർദ്ദനമേറ്റ റിജു മാവേലിയെ ആശുപത്രിയിലേക്ക് മാറ്റി. തൊട്ടു പിന്നാലെ ഇരുവിഭാഗം പ്രവർത്തകരും സംഘടിച്ച് ചേരിതിരിഞ്ഞ് 2 വശങ്ങളിലായി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയും ചെയ്തു. ഏറെ മണിക്കൂറുകളോളം തുടർന്ന സംഘർഷാവസ്ഥയ്ക്ക് ഒടുവിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും തമ്മിൽ തല്ലാതെ നോക്കുകയായിരുന്നു. ഇപ്പോഴും പ്രദേശത്ത് ആളുകൾ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ സമാധാനപരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്ത് പെട്രോളിംഗും പോലീസ് കാവലും ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ മർദ്ദിച്ചു എന്നുള്ള ആരോപണത്തെ തുടർന്ന് LDF മെമ്പർമാർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് വനിതാ മെമ്പർമാർ അടക്കമുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. മർദ്ദനമേറ്റ റിജു മാവേലിയുടെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. കാര്യമായി പരിക്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രി അധികൃതർ ഇതുവരെയും അറിയിച്ചിട്ടില്ല. പക്ഷേ പഞ്ചായത്തിലുണ്ടായ ഈ വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. ലക്ഷ്മി, ശരി. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.